പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇസ്രായേൽ മക്കളുടെ യാത്രാമധ്യത്തിൽ അവർക്ക് മുന്നിൽ നിന്ന ചെങ്കടൽ, അവർക്ക് മുന്നോട്ട് പോകാൻ വയ്യാതെ വലിയ പ്രതികൂലമായി നിന്ന ചെങ്കടലിൽ പാതയൊരുക്കി. അതും എങ്ങനെ പാതയൊരുക്കി? തന്റെ ജനത്തിനു വേണ്ടി ചെങ്കടലിലെ വെള്ളം മതിലാക്കി നിർത്തി. ഇടത്തും വലത്തും മതിലാക്കി, വെള്ളത്തെ മതിലാക്കി നിർത്തി ജനത്തിനു വേണ്ടി വഴി തുറന്നു കൊടുത്തു. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ തന്റെ ജനത്തിനു വേണ്ടി പാതയൊരുക്കി. സ്തോത്രം. പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ല, മുന്നിൽ വലിയ പ്രതിസന്ധികളും വലിയ വിഷയങ്ങളുമാ, പക്ഷേ ഞങ്ങളെ മുക്കിക്കളയുമെന്നും ഞങ്ങളെ തകർത്ത് കളയുമെന്നും ഞങ്ങളെ ഒഴുക്കിക്കളയുമെന്നും ഞങ്ങളെ ഇല്ലാതാക്കുമെന്നും വെല്ലുവിളികൾ ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആര് വഴി തുറന്നു തരും എന്ന് ചിന്തിച്ചിരിക്കുന്ന മേഖലകളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് കൈക്ക് പിടിച്ച് ചെങ്കടലിൽ പാതയൊരുക്കിയ കർത്താവ് നമ്മെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കുവോളം ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. അധൈര്യപ്പെട്ടു പോകരുത്, ശക്തിപ്പെടുക. നമുക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും.